ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഷഹൽ, നമ്മുടെ കോർപ്പയന്റെ ഫൗണ്ടർ ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ആക്ച്വലി എന്താണ് ലൈക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ആണോ സർവീസ് എന്താണ് കൊടുക്കുന്നത്? നമ്മള് ബിസിനസ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. B2B സർവീസ് ആണ് കൊടുക്കുന്നത്. സർവീസ് പറയുമ്പോൾ എന്ത് സർവീസ് ആണ്? ഓക്കെ, B2B ഇപ്പം നിലവിലൊരു ബിസിനസിന്റെ 3 ഫേസ് ഉണ്ടാവും. ഒന്ന് പീപ്പിൾ ഡ്രിവൺ, 2 സിസ്റ്റം ഡ്രിവൺ, പിന്നെ AI ഡ്രിവൺ. ഒരു ബിസിനസിന്റെ ഫേസ് ആണ്. അപ്പൊ നിലവിൽ എല്ലാ ബിസിനസ്സും പീപ്പിൾ ഡ്രിവൺ ആയിരിക്കും. അത് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരും. ഒരു ആർക്കിടെക്ചർ, ഒരു ചെറിയൊരു എണ്ണായിട്ടുള്ള സോഫ്റ്റ്വെയറിന് പുറമേ ഒരു ആർക്കിടെക്ചർ ആയിട്ട് കംപ്ലീറ്റ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യാം. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ ആയിട്ട് ഇപ്പോൾ കോമൺ പീപ്പിൾസിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബിസിനസിന് CRM ഉണ്ടാവും, ERP ഉണ്ടാവും, അങ്ങനെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യാം. ആൻഡ് വൺസ് സിസ്റ്റം ആയാൽ പിന്നെ AI ഡ്രിവണിലേക്ക് കൂടി നമ്മൾ എന്ത് സ്കെയിൽ ചെയ്യാം, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു USP അല്ലെങ്കിൽ ഒരു സർവീസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? നമ്മളതായിട്ടുള്ള USP എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നിലവിൽ പറയാലോ, ബിസിനസ്സേഴ്സ് ഒരു AI ഡ്രിവണിലേക്കോ അല്ലെങ്കിൽ ഒരു AI സോഫ്റ്റ്വെയറിലേക്ക് എത്തിപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതന്നെ യുണീക്കാണ്. അതായത് ഇപ്പൊ സിസ്റ്റത്തിലേക്ക് തന്നെ മലബാർ ഏരിയയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 98% ഓഫ് ബിസിനസ് ഓൺസ് ഇപ്പോഴും സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല. സോ അവിടെ തന്നെ നമ്മൾ യുണീക്കാണ്. നമ്മൾ AI ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. സോ നിങ്ങളുടെ സൈഡ് എങ്ങനെയാണ്? നിങ്ങൾ പ്രൊഡക്റ്റ് ആണോ സർവീസ്? നമ്മൾ സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യൂർലി എഡ്യൂടെക് ആണ്. അതായത് AI, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, വെബ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്സ്, സ്കൂൾ സ്റ്റുഡൻസ്, കോമൺ പീപ്പിൾസിനൊക്കെ കൊടുക്കണം. മൾട്ടിപ്പിൾ വെർട്ടിസസിലുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ഒരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഹൈബ്രിഡ് ആയിട്ട് വരുന്നതുണ്ട്, ഹൈബ്രിഡ് കോഴ്സുകളായിട്ട് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ, അതായത് സ്റ്റുഡന്റിന്റെ രീതിക്കനുസരിച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 200+ ട്രെയിനേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അറൌണ്ട് 10,000 സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്തു. 100+ എഞ്ചിനീയറിംഗ് കോളേജസിൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ NIT, IIT പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഓഫ്ലൈൻ ആണോ അതോ ഓൺലൈൻ ആണോ? എങ്ങനെയാണ്? 90% ഓഫ് സിസ്റ്റം ഈസ് വർക്കിംഗ് ഇൻ ഓൺലൈൻ. അതായത് നമ്മുടെ എക്സൽ എന്ന് പറയുന്ന നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലാണ് കോഴ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ 10% നമ്മുടെ ട്രെയിനേഴ്സ് പോയിട്ട് കോളേജുകളിൽ റിക്വയർമെന്റിനനുസരിച്ചിട്ട് MOക്ക് അനുസരിച്ചിട്ട് സെഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറെ വെർട്ടിക്കൽ ഓഫ് കോഴ്സസ് ഉണ്ട്. ഇതിലിപ്പോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയി അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞതോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഒരു എപ്പോഴും ജോബ് ആയിരിക്കും സേഫർ. അപ്പൊ ഒരു സേഫർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ ഏതാ റെക്കമെൻഡ് ചെയ്യാം? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റിയാണ്. കാരണം AI വന്നോട് കൂടി തന്നെ സൈബർ സെക്യൂരിറ്റിന്റെ സ്കോപ്പ് കൂടി വരികയാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ സ്പെസിഫൈഡ് ആയിട്ട് 2 കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ സർട്ടിഫൈഡ് പെനട്രേഷൻ ടെസ്റ്റിംഗ് CPT കോഴ്സ് എന്ന് പറഞ്ഞിട്ടും ചെയ്യുന്നുണ്ട്. അത് CEH സർട്ടിഫൈ ചെയ്യാനുള്ള വിത്ത് 100% പ്ലേസ്മെന്റോട് കൂടിയിട്ടുള്ള കോഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലേസ്ഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അഷുറൻസ് ആണോ കൊടുക്കുന്നത് അതോ ഗ്യാരണ്ടി ആണോ കൊടുക്കുന്നത്? കാരണം ഇവിടെ ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ സൈഡ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതിന്റെ സൈഡ് എങ്ങനെയാണ് നിങ്ങൾ? നമ്മൾ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ജോബ് അഷുറൻസ് കൊടുക്കും. അതായത് കമ്പനീസിൽ എത്ര വാക്കൻസീസ് ഉണ്ട്, പാക്കേജ് ഉണ്ട്, അവിടുത്തെ കറക്റ്റ് റിക്വയർമെന്റ് എന്താണെന്ന് പഠിച്ചിട്ട് അതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ അവരുടെ പൈത്തൺ ആണെങ്കിൽ പൈത്തണിൽ സ്കില്ലിഡ് ആക്കുക, CPT ആണെങ്കിൽ ബഗ് ബൗണ്ടിങ് ആണെങ്കിൽ അതിൽ അവരെ സ്കില്ലിഡ് ആക്കിയിട്ട് എന്താണോ കമ്പനിക്ക് എക്സാക്ട് വേണ്ടത് അത് വരെ പഠിപ്പിച്ചുകൊണ്ട് അത് കറക്റ്റ് അതിലോട്ട് ആ വാക്കൻസിലോട്ട് ഫില്ല് ചെയ്യാൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എൻറ്റയർ ജേർണിയിൽ ഓരോപ്പം ഉണ്ടാവും. കറക്റ്റ് എക്സാക്ട്ലി.